നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ. നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പരിധിയിൽ നിലമ്പൂർ, എടക്കര, വഴിക്കടവ്, പോത്തുകൽ, പൂക്കോട്ടുപാടം എന്നീ 5 പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ 2 സബ് ഡിവിഷനുകളായി തിരിച്ചു. നിലമ്പൂർ, പൂക്കോട്ടുപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും എടക്കര, വഴിക്കടവ്, പോത്തുകൽ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി എടക്കര ഡിവൈഎസ്പിയുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയോജക മണ്ഡലത്തിലെ 263 പോളിംഗ് ബൂത്തുകളെ പോലീസിൻ്റെ 17 ഗ്രൂപ്പ് പെട്രോളിംഗ് ടീമുകളായി തരംതിരിച്ചു. ഓരോ ഗ്രൂപ്പിലും ഒരു സബ് ഇൻസ്പെക്ടറും 2 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരു സബ് ഇൻസ്പെക്ടറും 3 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന 2 വീതം എല്ലാൻഡോ പെട്രോളിംഗ് വിഭാഗത്തെ നിയോഗിച്ചു. ഇതോടൊപ്പം ഒരു സബ് ഇൻസ്പെക്ടറും 4 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന QRDനെയും നിയോഗിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് പെട്രോൾ ഓഫീസർമാർ അവരുടെ പരിധികളിൽ പോളിംഗ് ബൂത്തുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കായി എത്തിയെന്ന് ഉറപ്പുവരുത്തുകയും പോളിംഗ് സാമഗ്രികൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പോളിംഗ് ബൂത്തുകളിലേക്കും 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പോൾ ചെയ്ത EVMകൾ സുരക്ഷിതമായി തിരികെ റിസപ്ഷൻ സെന്ററുകളിലേക്കും എത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിക്കും. ഒരു കമ്പനി കേന്ദ്ര സേന ജൂൺ 4 ജില്ലയിലെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു കമ്പനി AP ബറ്റാലിയൻ സേനാംഗങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിലെത്തി. ആകെ 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ നിയോഗിക്കും. മുമ്പ് മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട സ്ഥലങ്ങളിലും മറ്റ് പ്രത്യേക ശ്രദ്ധ ആവശ്യമായതുമായ ബൂത്തുകളിലും കേന്ദ്രസേനയുടെ പ്രത്യേക ബന്ദോബസ്ത് സ്കീം പ്രകാരം സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. 7 ലൊക്കേഷനുകളിലായി 14 പോളിംഗ് ബൂത്തുകളെ ക്രിട്ടിക്കൽ ബൂത്തുകളായി പരിഗണിച്ച് CAPFൻ്റെ 40 സേനാംഗങ്ങളെ ഉപയോഗിച്ച് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സ്ട്രോങ് റൂം കേന്ദ്രമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നർ കോർഡോൺ ഡ്യൂട്ടിക്കായി ഒരു പ്ലട്ടൂൺ CAPF സേനാംഗങ്ങളെയും ഔട്ടർ കോർഡോൺ ഡ്യൂട്ടിക്കായി നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിൽ 2 ഇൻസ്പെക്ടർമാരും 6 സബ് ഇൻസ്പെക്ടർമാരും 2 പ്ലട്ടൂൺ സായുധ സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് നാടുകാണിയിൽ ഇലക്ഷൻ തീരുന്നതുവരെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സബ് ഇൻസ്പെക്ടറും 3 പോലീസ് ഉദ്യോഗസ്ഥരും പണം ഞങ്ങൾ തരും. CAPF സേനാ വിഭാഗത്തിന്റെ സഹകരണത്തോടെ കർശന വാഹന പരിശോധന നടത്തി അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന മദ്യം, മയക്കുമരുന്ന്, പണം മുതലായവ പിടികൂടി നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ജില്ലയിലുടനീളം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ സൈബർ സെല്ലിൻ്റെയും സൈബർ പോലീസ് സ്റ്റേഷൻ്റെയും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും നേതൃത്വത്തിൽ സൈബർ ഇടങ്ങളിൽ പട്രോളിംഗ് നടത്തി MCCക്ക് വിരുദ്ധമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു വരുന്നുണ്ട്. MCC വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.